Assalamu alaikum. Welcome to Max class. We can start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. Today we are going to start our new chapter, that is chapter 2, circles. What do you mean by circles? A circle is a set of points in a plane which are at a fixed distance from a fixed point. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് വരയ്ക്കുമ്പോൾ ആ സെറ്റ് ഓഫ് പോയിന്റ്സ് എല്ലാം കൂടെ ചേരുന്നതാണ് സർക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് വി ആർ putting a fixed distance, we are putting the points like this. And when we connecting these points, we will get a circle. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് പോയിന്റ്സ്, പ്ലെയിനിൽ വരയ്ക്കുന്ന സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. സോ and this is called the fixed point, and this fixed point in a circle is called a radius. That fixed point in the circle is called a radius. Okay, sorry, that fixed point in the center of the circle is called center of the circle. And this fixed distance from the point to the സർക്കിൾ, ഈ ഫിക്സഡ് പോയിന്റ്, അതായത് സെൻട്രൽ നിന്നും ഈ സർക്കിളിലോട്ടുള്ള ഫിക്സഡ് ഡിസ്റ്റൻസിനെയാണ് പറയുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് റേഡിയസ്. ഓക്കെ, ആൻഡ് when we draw a line inside a circle that is meeting at two ends of the circle, ഒരു ലൈൻ, അതായത് ആ ഒരു സർക്കിളിൻ്റെ രണ്ട് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ലൈൻ ഈസ് കോൾഡ് കോഡ് ഓഫ് ദ സർക്കിൾ. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് കോഡ് ഓഫ് ദ സർക്കിൾ. ആൻഡ് ദ ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ സെൻട്രൽ കൂടെ ഇതുപോലെ പാസ് ചെയ്തു പോകുന്ന കോഡ്, ദ കോഡ് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് കോൾഡ് ഡയമീറ്റർ. ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് പറയും? ഡയമീറ്റർ. ഓക്കെ, രണ്ട് റേഡിയസ്, അതായത് സെൻട്രൽ നിന്നും ഇവിടം വരെയുള്ള പോയിന്റിനെയും ഇവിടുന്ന് ഇവിടം വരെയുള്ള പോയിന്റിനെയും നമ്മൾ എന്ത് പറയും? റേഡിയസ് എന്ന് പറയും. ഈ രണ്ട് റേഡിയസ് ചേരുന്നതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡയമീറ്റർ D is equal to 2r. Diameter, we are indicating diameter as D and radius as r. So diameter D is equal to 2r. This is the relation between the radius and the diameter. Okay, and the chord which is passing through the center of the circle is called diameter, and that chord is the largest chord in this circle. ഇങ്ങനെ വരയ്ക്കുന്ന, ഇതിലേക്കൂടെ ഇങ്ങനെ വരച്ചു പോകുന്ന എല്ലാം കോഡ്സ് ആണ്. ദ കോഡ്, ആ സെൻട്രൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഡയമീറ്റർ ആയിട്ടുള്ള ആ കോഡാണ് ആ സർക്കിളിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. സോ ദ ലാർജസ്റ്റ് കോഡ് ഇൻ ദാറ്റ് സർക്കിൾ ഈസ് ദ ഡയമീറ്റർ. ഓക്കെ, and the relation between the radius and the diameter is diameter D is equal to 2r. and നമ്മൾ സെൻട്രൽ നിന്നും രണ്ട് പോയിന്റ്സിലോട്ട് മീറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള പോയിന്റ്, ടു ലൈൻസ് ജോയിൻ ചെയ്ത് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു പോർഷൻ വരുന്നതിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. ആ പോയിന്റ് എന്ത് B എന്ന് കൊടുക്കുവാണെങ്കിൽ ദാറ്റ് AB ലൈൻ ഇൻ ദാറ്റ് സർക്കിൾ, ആ സർക്കിളിനകത്ത് വരുന്ന ആ ലൈനിന് പറയുന്നതാണ് ആർക്ക്. ദാറ്റ് ആർക്ക് AB എന്ന് പറയും. ആർക്ക് AB. ആ ആർക്കിൻ്റെ എൻ പോയിന്റ്സ് വെച്ചിട്ട് സെൻറ്ററിലോട്ട് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഇതിനെയാണ് സെൻറ്റർ. വി ക്യാൻ ഗിവ് ദ സെൻറ്റർ ആസ് O. ദാറ്റ് AOB ഈസ് നോൺ എസ് സെക്ടർ. AOB is known as sector. Okay,
ആൻഡ് ഇത് ഒരു ആർക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ സർക്കിളിൻ്റെ ബാക്കി പോർഷൻ വരുന്നതിനെ പറയുന്നതാണ് കോംപ്ലിമെൻ്ററി ആർക്ക്. ഇതൊരു ആർക്ക് ആവുമ്പോൾ അതിൻ്റെ ആ സർക്കിളിലെ ബാക്കി ഈ ഇത്രയും പോർഷന് പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ആർക്ക്. ദെൻ ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കിൾ, ഈ സർക്കിളിൻ്റെ ഈ ചുറ്റളവ്, ഈ സർക്കിളിൻ്റെ ഈ ഫുള്ളായിട്ട് വരുന്ന ലെങ്തിനെ പറയുന്ന പേരാണ് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. വാട്ട് ഈസ് ദാറ്റ്? സർക്കംഫറൻസ്. Circumference of that circle, and the equation for finding the circumference of the circle is known as 2 pi r. സോ ഒരു സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ട് അതിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 2 pi r എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം. ആൻഡ് ദ വാല്യൂ ഓഫ് പൈ ഈസ് 3.14. 3.14 ആണ് ഈ പൈയുടെ വാല്യൂ. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ പൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റേഡിയസ് തന്നിരുന്നാൽ പൈ എങ്ങനെ കണ്ടുപിടിക്കാം? സർക്കംഫറൻസും റേഡിയസും തന്നിരുന്നാൽ പൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? സർക്കംഫറൻസ് ബൈ 2r വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 2 pi r and the value of pi is 3.14. This is the main terms based on a circle. What is that? The center of the fixed point at a circle is called center of the circle, and the fixed distance is called radius of the circle. The line passing through the circle is called chord of the circle, and the chord that is passing through the center of the circle is called diameter of the circle, and that diameter is the largest chord of that circle, and this portion is called arc. And when that endpoints of the arc meet at the center of the circle, and that portion is called sector of the circle, then the relation between the diameter and the radius of the circle is d is equal to 2r. Diameter is 2 radius. Okay, and how will you find the circumference of the circle? Circumference is equal to 2 pi r, where r is the radius and the value of pi is equal to 3.14. Now we are going to the first topic of this chapter, that is a definition. If we join the ends of a diameter of a circle to a point on a circle, we get a right angle. അതായത് നമ്മൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൽ നിന്നും രണ്ട് പോയിൻറ്റ്സ് സർക്കിളിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്ന് പറയുന്നു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഓക്കെ, എന്താണ്? if we join the ends of a diameter if we join the ends of a diameter of a circle to a point on the circle, we get a right angle. We have to prove this definition. Proof. How will you prove this definition? First we have to draw a circle.
we have to draw a circle and we want to draw the diameter, and the ends of a diameter of the circle to a point on the circle. അപ്പോൾ സർക്കിളിൽ ആ പോയിന്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. Then the ends of the diameter we have to connect the ends of the diameter here. This is the center of the circle. We can give the center as O, and we can give the name for AB as the diameter, and this point we can give as C. Okay, this is the figure, and first we already know that this OA, that is this side of this circle is, this line of the circle is radius. This is also radius. Then we are going to draw one line from center to that point. That is also the radius of this particular circle. Okay, and then we can split these one triangle into two triangles. That is, first you have to draw OC. OC is a radius of that circle. OC is a radius. Then consider two triangles. Consider two triangles. What are the triangles? Triangle AOC and triangle BOC. Triangle AOC and triangle BOC. And listen there. Here, first check at the first triangle AOC. AOC is a triangle with the two sides same. That is, AO അല്ലെങ്കിൽ OA എന്ന് പറയുന്ന റേഡിയസ് ആണ്, ഇവിടുത്തെ R ആണ്. That side and OC is also, so this and this are same sides having same length. So ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് സെയിം ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ നമുക്ക് എന്ത് ട്രയാങ്കിൾ എന്ന് പറയാം? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. സെയിം ഇപ്പുറത്ത് പോകുമ്പോൾ ഈ ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ്സും സെയിം ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും സെയിം ആയിരിക്കും എന്നാണ്. അപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? If two sides of a triangle are equal, then the angle opposite to the same side is also equal. So ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. Then what? We didn't know the measure of this angle, so we are taking, let the angle be x. ഇതിന് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ x എന്ന് കൊടുക്കുകയാണെങ്കിൽ OA എന്ന് പറയുന്ന സൈഡ് അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ നമ്മൾ x എന്ന് കൊടുക്കുക. Okay, so let angle A is equal to x degree, then angle ACO is also x degree. Okay, അപ്പോൾ in triangle, ഏത് ട്രയാങ്കിൾ എടുക്കുമ്പോഴാണ്? in triangle AOC നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഈ ആംഗിൾ എത്ര ഡിഗ്രി കിട്ടും എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ആംഗിൾ C എത്ര ഡിഗ്രി ആയിരിക്കും, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ഫസ്റ്റ് വി സ്പ്ലിറ്റ് ദാറ്റ് ട്രയാങ്കിൾ ഇൻറ്റു ടു ട്രയാങ്കിൾസ്. സോ ഫസ്റ്റ് വി കൺസിഡേർഡ് ട്രയാങ്കിൾ AOC. AOC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തു? അതിൻ്റെ ആംഗിൾസ് ഫൈൻഡ് ചെയ്തു, അതിൻ്റെ സൈഡ്സ് സെയിം ആണെന്ന് കണ്ടു, അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് ഫൈൻഡ് ചെയ്തു. Then we are moving to the next triangle, that is in triangle BOC. BOC എടുത്തു. Listen here. In triangle BOC, BO is radius. It is R and OC is also R. ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ട്രയാങ്കിൾ is also an isosceles triangle. Then what is that? The angles opposite to that same side is also equal. So ഈ
ഒ ബി എന്ന് പറയുന്ന ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിള് നമ്മൾ വൈ എന്ന് വി ഡിഡ്ന്റ് നോ ദ കറക്റ്റ് മെഷർ, സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ വേരിയബിൾ വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ y degree. So in triangle BOC, angle B, let angle B is equal to x degree, then angle BCO is also y degree, BCO also y degree. ഓക്കെ, സോ സി എന്ന് പറയുന്ന ഈ ആംഗിൾ ഫുൾ എത്ര വരും? എക്സ് പ്ലസ് വൈ ഡിഗ്രി വരും അല്ലേ? സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി. Then we know that the sum of the sides of a triangle is 180 degree. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ sum of the sides of this triangle is 180 degree. That means here the angles are here. So x plus y is equal to 180 degree. So in triangle ABC, angle A plus angle B plus angle C is equal to 180 degree. That is x plus y plus y is equal to 180 degree. That is here 2x and 2y are here. 2x plus 2y is equal to 180 degree. 2 is in two terms. We can take 2 as common. 2 into x plus y is equal to 180 degree. And here it is multiplied. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന വേരിയബിളിനെ മാത്രം ഈ സൈഡിൽ കൊണ്ടുപോയിട്ട് കോൺസ്റ്റൻ്റ് എല്ലാം കൂടെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ ദാറ്റ് വിൽ ബിക്കം ഡിവിഷൻ. എക്സ് 180 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രി മീൻസ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ. It is right angle and hence proved. Understand? So what is the definition here? If we join the ends of a diameter of a circle to a point on the circle, we get a right angle. And how will you prove that? We drawn one circle and we drawn the diameter and connected that points to the on a circle. And അടുത്ത് നമ്മൾ റേഡിയസ് വരച്ചു. പിന്നെ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. രണ്ട് ട്രയാങ്കിൾസും എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. അതിൻ്റെ ആംഗിൾസ് നമ്മൾ എക്സും വൈയും ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ വി ഗോട്ട് ദാറ്റ് ആസ് 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ, അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൽ നിന്നും സർക്കിളിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എപ്പോഴും എത്രയായിരിക്കും? ഇറ്റ് വിൽ മെഷർ ആസ് 90 ഡിഗ്രി. അതായിരുന്നു നമ്മുടെ ഡെഫിനിഷനകത്ത് ഉണ്ടായിരുന്നത്. വി പ്രൂവ്ഡ് ഇറ്റ്. ഓക്കെ, so in the next proof is, if we join the ends of a diameter of a circle to a point on a circle, we get a right angle. That we already proved. The next one is, if we join the ends to the point inside the circle.
ആ ഒരു പോയിന്റ് സർക്കിളിന് അകത്ത് വരുവാണെങ്കിൽ അതെന്തായിരിക്കും എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ, നമുക്കത് എത്ര ഡിഗ്രി മെഷർ കിട്ടും? ഒന്നെങ്കിൽ 90 ഡിഗ്രി ആണോ, അല്ലെങ്കിൽ 90 ഡിഗ്രിയും കാട്ടി കൂടുതലാണോ, അല്ലെങ്കിൽ 90 ഡിഗ്രി കാട്ടി കുറവാണോ, ഏതാണ്? ആ ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് സർക്കിളിനകത്തൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന്. പിന്നെയും ഉണ്ട്, ഈ രണ്ട് ഡയമീറ്ററിൻ്റെ രണ്ട് എൻ പോയിന്റ്സ് സർക്കിളിൻ്റെ പുറത്ത് മീറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും എന്നുള്ളത്. ദാറ്റ് പ്രൂവ്സ് വി ക്യാൻ ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Today's class is over. Assalamu alaikum.